ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി കണ്ണൻ ചെമ്പൻ എന്ന മീനാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു മീനാണ്. നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. ഇതാണ് വളരെ രുചികരമായ നമ്മുടെ കണ്ണൻ ചെമ്പാൻ മീൻ. വളരെ രുചികരമായ ഒരു മീനാണത്. കഴുകി ക്ലീൻ ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള അരപ്പുകൾ നമുക്ക് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് എടുക്കാം. ഇതിലേക്കൊരു 6-7 ചുവന്നുള്ളി ചുളയും നമുക്കെടുക്കാം. 2 വറ്റൽമുളക് ചെറിയ പീസുകളാക്കിയതും. ഇതിലേക്ക് മസാലപ്പൊടികൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നല്ല ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ച് നമ്മുടെ ഈ മിക്സിയിൽ അടിച്ചെടുത്ത നമ്മുടെ ഈ തേങ്ങ അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അതും കൂടി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുത്തതും, ഒരു 6-7 പച്ചമുളക് നടു കീറിയിട്ടതും, കുറച്ച് കറിവേപ്പിലയും, ആവശ്യത്തിന് നമുക്ക് കുടംപുളി, ഒരു 3 അല്ലി കുടംപുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണിത്, അതും കൂടി നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര ഉപ്പിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം തീ ഹൈ ഫ്ലെയിമിലിട്ട് തിളക്കാൻ വെക്കാം. തിളച്ച് വന്ന നമ്മുടെ ഈ മീൻ മസാലയിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളെല്ലാം നമുക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കൊരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായി കഴിയും. വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം. വറ്റിച്ചെടുത്ത നമ്മുടെ മീൻ കറി ഇവിടെ അടിപൊളിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് താളിക്കാനായിട്ട് വെക്കാം കേട്ടോ. വളരെ രുചികരമായ ഒരു മീൻ കറിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. എന്നാൽ നമുക്ക് താളിച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ മീൻ വറവിടുമ്പോഴാണ് കേട്ടോ ഇതിന് നല്ല രുചി ലഭിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം. ഉലുവ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി എടുത്ത് ചെറുതായി അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് മൂപ്പിച്ചെടുക്കാം. നല്ല ബ്രൗൺ കളറായി മൂത്ത് വരണം കേട്ടോ ചുവന്നുള്ളി. അതുവരെ നമുക്കിതിങ്ങനെ മിക്സാക്കി കൊണ്ടിരിക്കാം. ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു മണം കിട്ടും. ഇപ്പോൾ നമ്മുടെ ഈ വറവിന് നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ വറവ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കിത് മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, വളരെ രുചികരമായ നമ്മുടെ ഈ മീൻ കറി തേങ്ങ അരച്ച നല്ല രുചിയുള്ളൊരു മീൻ കറിയാണ്. ഇതുപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കൂ. എന്നിട്ട് നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ കമൻ്റായിട്ട് അറിയിക്കണേ. നിങ്ങൾക്കത് തീർച്ചയായും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് രുചിയുള്ള ഒരു മീൻ കറിയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ.